ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ അവരുടെ കൊലയാളികളോട് പ്രതികാരം ചെയ്യുന്നത് പല സിനിമകളിലും നമ്മൾ നിരന്തരമായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ അത്തരമൊരു കാര്യം യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് സോണയുടെ കഥയിലേക്കാണ്, അഥവാ ഗ്രീൻ ബ്രയർ ഗോസ്റ്റിൻ്റെ കഥയിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലു ഹിയർ. 1897 ജനുവരി മാസം 23-ാം തീയതി പതിവ് പോലെ ആ ഇരുനില വീട്ടിൽ വീട്ടുജോലികൾക്ക് സഹായം ചെയ്യുന്നതിന് വേണ്ടി എത്തിയതായിരുന്നു ആ കുഞ്ഞു ബാലൻ. അവൻ ആ വീടിൻ്റെ വലിയ കതകിൽ ചെന്ന് മുട്ടുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ മുട്ടിയിട്ടും അകത്തുനിന്നും യാതൊരു വിധത്തിലുള്ള പ്രതികരണങ്ങളും അവന് കേൾക്കാൻ സാധിച്ചില്ല. അവൻ പതിയെ ആ വാതിലൊന്ന് തള്ളി നോക്കിയപ്പോൾ അത് ലോക്ക് ചെയ്തിട്ടില്ല എന്ന കാര്യം അവന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അവൻ പതിയെ ആ വാതിൽ തുറന്ന് ആ വീട്ടിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ആ ഒരു അവസരത്തിൽ അവനവിടെ കണ്ടത് സ്റ്റെയർ കേസിന് താഴ്ഭാഗത്തായിട്ട്, ഗോവണിയുടെ താഴ്ഭാഗത്തായിട്ട് നിലത്ത് വീണ് കിടക്കുന്ന ആ വീട്ടിലെ സോണ എന്ന സ്ത്രീയായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അവൻ അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. സോണയെ പല കുറിയായി തട്ടി വിളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ട് പോലും, എത്രയൊക്കെ തട്ടി വിളിച്ചിട്ട് പോലും സോണയിൽ യാതൊരു വിധത്തിലുള്ള പ്രതികരണങ്ങളും അവന് കാണാൻ സാധിച്ചില്ല. ഭയന്നുപോയ അവൻ്റെ കുഞ്ഞു വിരലുകൾ പതിയെ സോണയുടെ മൂക്കിന് താഴെ കൊണ്ടുചെന്ന് വെക്കുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ അക്ഷരാർത്ഥത്തിൽ അവൻ ഒന്നടങ്കം ഞെട്ടിപ്പോവുകയാണ്. സോണ ശ്വസിക്കുന്നില്ല. അവർ മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഭയന്നുപോയ ആ ബാലൻ ഉറക്കെ അലറി വിളിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടുകയാണ്. സത്യത്തിൽ ആരാണ് ഈ ഒരു സോണ? എന്താണ് അവർക്ക് സംഭവിച്ചത്? അമേരിക്കയിലെ വെസ്റ്റ് വിർജീനിയയിലെ ഗ്രീൻ ബ്രയറിലാണ് എൽവ സോണ ഹേസ്റ്റർ എന്ന സ്ത്രീ ജനിക്കുന്നത്. വളരെയേറെ സൗന്ദര്യവതിയായിട്ടുള്ള അവൾ എല്ലായ്പ്പോഴും എല്ലാവരോടും നല്ല നിലയിലായിരുന്നു പെരുമാറിയിരുന്നത്. അതിനാലൊക്കെ തന്നെ ആ സമീപവാസികൾക്കെല്ലാം തന്നെ വലിയ തോതിൽ ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ തന്നെയായിരുന്നു സോണയുടേത്. മുതിർന്നപ്പോൾ അമ്മയെ സഹായിക്കുന്നതിന് വേണ്ടി അവൾ ചെറിയ ചില ജോലികൾക്ക് മറ്റൊക്കെ പോകുന്നുണ്ട്. അതിനിടയിൽ തീർത്തും അവിചാരിതമായിട്ടാണ് എഡ്വാർഡ് എറാസ്മസ് ഷോ എന്ന വ്യക്തിയെ അവൾ പരിചയപ്പെടുന്നത്, കണ്ടുമുട്ടുന്നത്. അയാളൊരു ബ്ലാക്ക് സ്മിത്ത് ആയിരുന്നു, ഒരു കൊല്ലപ്പണിക്കാരൻ, ഒരു ഇരുമ്പ് ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പതിയെ പതിയെ അവരുടെ ആ സൗഹൃദം വളർന്ന് വലുതാകുന്നുണ്ട്. ഇരുവരും പ്രണയത്തിലാകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അവർ വിവാഹം കഴിക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയാണ്. പക്ഷേ സോണയുടെ മാതാവ് ഈ ബന്ധത്തെ പൂർണ്ണമായിട്ടും എതിർത്തിരുന്നു. ഈ ഒരു സമയങ്ങളിൽ സോണയ്ക്ക് ഏറെക്കുറെ 23 വയസ്സ് പ്രായമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ എഡ്വാർഡിന് പ്രായം 35 കഴിഞ്ഞിരുന്നു. ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയായിരുന്നു സോണയുടെ മാതാവ് ഈ ബന്ധത്തെ പൂർണ്ണമായിട്ടും എതിർത്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, എഡ്വാർഡുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളും ആർക്കും തന്നെ അറിയില്ലായിരുന്നു. അദ്ദേഹം മറ്റൊരു നാട്ടിൽ നിന്നും ഈ ഒരു നാട്ടിലേക്ക് വ്യത്യസ്ത ജോലികൾ ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളൊരു വ്യക്തി കൂടിയായിരുന്നു. എന്തൊക്കെ തന്നെയായാലും കുടുംബത്തിൻ്റെ എല്ലാവിധത്തിലുള്ള എതിർപ്പുകളും അവഗണിച്ചുകൊണ്ട് 1896 ഇരുവരും വിവാഹിതരാവുകയും മറ്റൊരു വീട്ടിലേക്ക്, ഒരു ഇരുനില വീട്ടിലേക്ക് മാറി താമസിക്കാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. എല്ലായ്പ്പോഴും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടി തന്നെയായിരുന്നു ആ ദമ്പതികളെ സമീപവാസികൾക്ക് കാണാനായിരുന്നത്. നാളുകൾ, മാസങ്ങൾ അത്തരത്തിൽ കടന്നു പോവുകയാണ്. ഏറ്റവും ഒടുവിൽ സോണ ഗർഭിണിയാവുന്നു. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് സോണ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് തരത്തിലുള്ള അസ്വസ്ഥതകളും ക്ഷീണവും പ്രശ്നങ്ങളും ഒക്കെ നിരന്തരമായിട്ട് അവൾക്കുണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയും ഏതാനും നാളുകൾ കടന്നു പോവുകയാണ്. ഒടുവിൽ ആ ദിവസം എത്തിച്ചേരുകയാണ്. 1893 ജനുവരി മാസം 23-ാം തീയതി. സോണ നിലത്ത് മരിച്ചു കിടക്കുന്നത്, ശ്വസിക്കാണ്ട് കിടക്കുന്നത് കണ്ട് ഭയന്നു പോയിട്ടുള്ള വീട്ടിൽ സഹായിക്കാനായി വന്നുകൊണ്ടിരുന്ന ആ പയ്യൻ ഉടനെ തന്നെ ഓടി എത്തിച്ചേരുന്നത് അവൻ്റെ മാതാവിനടുത്തേക്കായിരുന്നു. അവിടെ എത്തി കാര്യങ്ങളെല്ലാം അവൻ വിശദീകരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവർ തൊട്ടടുത്തുള്ള ഡോക്ടറെയും മറ്റുമൊക്കെ വിളിച്ചു കൂട്ടുന്നുണ്ട്. എല്ലാവരും കൂടെ, സമീപവാസികൾ എല്ലാവരും കൂടെ നേരെ സോണയുടെ വീട്ടിലേക്ക് ഓടുകയാണ്. എന്നാൽ അതിനോടകം തന്നെ എഡ്വാർഡ് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ തോതിൽ തന്നെ അയാൾ സങ്കടം കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, അതിനോടകം തന്നെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ട എല്ലാവിധ തയ്യാറെടുപ്പുകളും അയാൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. സോണയുടെ വസ്ത്രവും മറ്റൊക്കെ മാറിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സോണയുടെ മുടികൾ കഴുത്തിലേക്ക് ഇട്ടുകൊണ്ട് അത് തടവിക്കൊണ്ടായിരുന്നു അയാൾ അപ്പോഴും വലിയ തോതിൽ കരഞ്ഞുകൊണ്ടേയിരുന്നത്. ഡോക്ടർ എത്തിയിട്ട് വിശദമായ നിലയിൽ തന്നെ സോണയെ പരിശോധിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. മാത്രമല്ല, ഒരു ദുരൂഹ സാഹചര്യത്തിലാണ് ഇത്തരമൊരു മരണം സംഭവിച്ചിട്ടുള്ളത് എന്നൊരു കാര്യം കൊണ്ട് തന്നെ വിശദമായിട്ടുള്ള പരിശോധനകൾ, വിശദമായിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം തന്നെ ചെയ്യണമെന്ന കാര്യങ്ങളൊക്കെ, എന്ന ആശയങ്ങളൊക്കെ ഡോക്ടർ മുന്നോട്ടേക്ക് വെക്കുമ്പോൾ എഡ്വാർഡ് കരഞ്ഞുകൊണ്ട് അതൊക്കെ തന്നെയും പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ്. എന്തിനാണ് ഇവളെ ഇനി വീണ്ടും വേദനിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു അയാൾ ഇത്തരത്തിലുള്ള ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ പിറ്റേ ദിവസം ജനുവരി മാസം 24-ാം തീയതി എത്തുകയാണ്. ജോണയെ മറവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കി വെക്കുകയാണ്. മാത്രമല്ല ജോണയെ ശവപ്പെട്ടിയിലേക്ക് കിടത്തുന്ന അവസരത്തിലും മറ്റെല്ലാവരും എത്തുന്നതിന് മുൻപേ തന്നെ ഒരു സ്കാർഫ് കൊണ്ട് ജോണയുടെ കഴുത്തിൽ എഡ്വാർഡ് അണിയിപ്പിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് അയാൾ പറഞ്ഞിരുന്നത് ജോണ ഇങ്ങനെ സ്കാർഫെല്ലാം അണിഞ്ഞ് കിടക്കാനായിരുന്നു, ഉറങ്ങാനായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്. അതിനാൽ ഇത്തരമൊരു കാര്യം ഞാൻ ചെയ്യുന്ന നിലക്കായിരുന്നു. എന്തൊക്കെ തന്നെയായാലും എല്ലാവരും ചേർന്നുകൊണ്ട് ജോണയുടെ ഭൗതിക ശരീരം, ഭൗതിക മൃതദേഹം മറവ് ചെയ്യുന്നുണ്ട്. പതിയെ ഓരോരുത്തരായി അവിടെ നിന്നും നീങ്ങിപ്പോകാൻ ആരംഭിക്കുന്നുണ്ട്. ഈ ഒരു അവസരങ്ങളിലൊക്കെ തന്നെയും എഡ്വാർഡ് കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അയാളുടെ മുഖത്ത് വലിയ സങ്കടമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും എഡ്വാർഡിനെ തന്നെ സൂക്ഷിച്ച് തുറിച്ച് നോക്കിക്കൊണ്ട് ദേഷ്യത്തോടു കൂടെ അവിടെ നിന്നിരുന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ജോണിയുടെ മാതാവായിരുന്നു അത്. ഒരിക്കലും തൻ്റെ മകളുടെ ഭർത്താവായിട്ടുള്ള എഡ്വാർഡിനെ ജോണിയുടെ മാതാവായിട്ടുള്ള മേരി ജെയിൻ ഹെസ്റ്ററിന് യാതൊരു വിധത്തിലും ഇഷ്ടമേ ആയിരുന്നില്ല. തൻ്റെ മകളുടെ മരണത്തിന് പോലും കാരണക്കാരൻ എഡ്വാർഡ് തന്നെയാണ് എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലും അവർ പഴി ചാരിയിട്ടുണ്ടായിരുന്നത് എഡ്വാർഡിനെ തന്നെയായിരുന്നു. എന്തൊക്കെ തന്നെയായാലും എല്ലാം പതിയെ പതിയെ ശാന്തമാകുന്നു. ജോണയെ മറവ് ചെയ്തതിനു ശേഷം എല്ലാവരും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നു. ദിവസങ്ങളും നാളുകളും അത്തരത്തിൽ കടന്നു പോവുകയാണ്. പെട്ടെന്നൊരു ദിവസം തീർത്തും വിചിത്രമായ നിലയിലുള്ളൊരു സ്വപ്നം ജോണിയുടെ മാതാവ് കാണുകയാണ്. പിറ്റേ ദിവസം നേരെ അവർ ഓടിച്ചെന്നത് അവിടെയുള്ള ലോക്കൽ പ്രോസിക്യൂട്ടറുടെ അടുത്തേക്കാണ്. അവർക്ക് ഒരുപാടധികം കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടായിരുന്നു, പറയാനുണ്ടായിരുന്നു. ആദ്യമൊക്കെ അവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണോ എന്ന് പോലും ജോൺ ആൽഫ്രഡ് എന്ന വ്യക്തി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും അവർ പറഞ്ഞതിനനുസരിച്ച് അവരുടെ മകളായിട്ടുള്ള ജോണിയുടെ മരണം അതൊരു കൊലപാതകമാണ്, അതിൽ കൂടുതൽ അന്വേഷണങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യാൻ വേണ്ടി തന്നെ അവർ തീരുമാനിക്കുകയാണ്. കേസ് കോടതിയിലെത്തിയ അവസരത്തിൽ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടി ജോണിയുടെ മൃതദേഹം പുറത്തെടുക്കാനുള്ള തീരുമാനങ്ങൾ വരികയാണ്. അതിനടിസ്ഥാനത്തിൽ 1897 ഫെബ്രുവരി മാസം 27-ാം തീയതി അവളുടെ കല്ലറ തുറക്കുകയും ജോണിയുടെ ശരീരം പുറത്തെടുത്ത് വിശദമായ നിലയിൽ തന്നെ പരിശോധനകൾ നടത്തുകയും ചെയ്യുകയാണ്. ആ ഒരു അവസരത്തിൽ അക്ഷരാർത്ഥത്തിൽ ആ പരിശോധനകൾ നടത്തിയിട്ടുണ്ടായിരുന്ന ഡോക്ടർമാരെല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. ജോണിയുടെ മാതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെ ജോണയ്ക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് അവർക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ജോണിയുടെ മാതാവ് പറഞ്ഞിരുന്നതാകട്ടെ തീർത്തും അമാനുഷികമായിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു. ഉറങ്ങിക്കൊണ്ടിരിക്കെ തൻ്റെ മകൾ ജോണിയുടെ ആത്മാവ് തൻ്റെ സ്വപ്നത്തിലേക്ക് കടന്നു വരികയാണ്. പെട്ടെന്ന് വെച്ചുകൊണ്ട് അവളുടെ തല പുറകിലേക്ക് തിരിയാൻ ആരംഭിച്ചു. എന്താണ് നിനക്ക് സംഭവിച്ചത് എന്ന് ചോദിച്ച അവസരത്തിൽ ഇതുപോലെ തന്നെ എൻ്റെ കഴുത്തൊടിഞ്ഞു പോയി, അയാൾ ക്രൂരനാണ്, എഡ്വാർഡ് നിരന്തരമായിട്ട് എന്നെ ആക്രമിക്കാറുണ്ടായിരുന്നു, അയാളാണ് എൻ്റെ മരണത്തിന് കാരണം എന്നൊക്കെയായിരുന്നു മകളുടെ ആത്മാവിന് പറയാനുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ജോണിയുടെ മാതാവ് ലോക്കൽ പ്രോസിക്യൂട്ടറോടും ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ജോണിയുടെ കഴുത്തിലെ എല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും അവളുടെ കഴുത്ത് ഒടിച്ചതിനാൽ തന്നെയാണ് അവൾക്ക് മരണം സംഭവിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അവളുടെ ഭർത്താവായിട്ടുള്ള എഡ്വാർഡിൻ്റെ വിരലടയാളങ്ങൾ പോലും ജോണിയുടെ കഴുത്തിലുണ്ടായിരുന്നു. അതൊരിക്കലും ആരും കാണരുത് എന്ന് വിചാരിച്ച് തന്നെയാണ് ആദ്യഘട്ടങ്ങളിൽ തന്നെ ജോണിയുടെ കഴുത്ത് മുടി ഉപയോഗിച്ചുകൊണ്ട് എഡ്വാർഡ് മറച്ചുകൊണ്ടേയിരുന്നത്. മാത്രമല്ല ഈ ഒരു കാരണം കൊണ്ട് തന്നെയായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനെയും വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നതിനെയും എല്ലാം അയാൾ എതിർത്തുകൊണ്ടേയിരുന്നത്. അതുപോലെ തന്നെ ശവപ്പെട്ടിയിൽ കിടത്തിയ അവസരത്തിൽ പോലും കഴുത്തിലെ പാടുകൾ ആരും കാണാതിരിക്കുന്നതിന് വേണ്ടി തന്നെയായിരുന്നു അയാൾ കഴുത്തിലൊരു സ്കാർഫ് ഇട്ട് കഴുത്ത് പൂർണ്ണമായിട്ടും മൂടിയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ കോടതിക്ക് എഡ്വാർഡ് തന്നെയാണ് ഇവിടെ കുറ്റക്കാരൻ, അയാൾ തന്നെയാണ് തൻ്റെ ഭാര്യയെ കൊല ചെയ്തത് എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ നിലയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. മാത്രമല്ല എഡ്വാർഡിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുമ്പോൾ, കൂടുതലായിട്ട് അന്വേഷിക്കുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടെ പുറത്തു വരികയുണ്ടായി. അയാൾ ഇതിനു മുമ്പേയും 2 വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഭാര്യ ഇയാളുടെ ശല്യം സഹിക്കവയ്യാണ്ട്, ഇയാളുടെ അബ്യൂസുകൾ താങ്ങവയ്യാതെ അയാൾ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു. രണ്ടാമത്തെ ഭാര്യയാകട്ടെ ഒരിക്കൽ എഡ്വാർഡും ആ ഭാര്യയും കൂടെ ചിമ്മിന് വൃത്തിയാക്കുന്നതിനിടയിൽ കല്ലുകൾ ദേഹത്തേക്ക് വീണത് കാരണമായിട്ട് ദുരൂഹ സാഹചര്യത്തിൽ തന്നെയായിരുന്നു അവരും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും ഇവിടെ നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ചു നോക്കുമ്പോൾ ജോണിയുടെ ആത്മാവ് തന്നെയാണ് തൻ്റെ കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കൃത്യമായ നിലയിൽ തന്നെ അതിനുള്ള പ്രതികാരം വീട്ടിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന എഡ്വാർഡ് 3 വർഷങ്ങൾക്ക് ശേഷം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട നിലയിൽ കാണപ്പെടുകയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് വൈൻഡപ്പാണ്. തീർച്ചയായിട്ടും വീഡിയോ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ ഇവിടെ ഈ കേസ് തെളിയിക്കാൻ പ്രധാനമായ കാരണമായിട്ടുള്ളത് ജോണിയുടെ ആത്മാവ് തന്നെയാണോ?
അതോ എല്ലാം സോണിയുടെ മാതാവിൻ്റെ ചില തോന്നലുകൾ മാത്രമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. മാത്രമല്ല, ഇന്നും നമ്മൾ ഗ്രീൻ ബ്രിയറിലെ സെമിത്തേരിയിൽ ചെന്ന് നോക്കുകയാണെങ്കിൽ സോണിയുടെ കല്ലറയുടെ ഭാഗത്തായിട്ട് വിശദമായിട്ട് അവരുടെ കഥ എഴുതി വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ കൊലപാതകയെ പിടികൂടാൻ ആദ്യമായിട്ട് ഒരു ഗോസ്റ്റ്, ഒരു ആത്മാവ്, ഒരു പ്രേതം സഹായിച്ചൊരു കേസായിരുന്നു ഇവരുടേത് എന്നൊക്കെ അതിൽ എഴുതിയിട്ടുള്ളതായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ. ബൈ.